സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും അദാലത്ത് ഇന്ന് വീണ്ടും തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് സർക്കാർ സംവിധാനങ്ങൾ, മന്ത്രിമാർ ജനങ്ങളിലേക്ക് അവരുടെ പരാതികൾ പരിഹരിക്കാനായി, അവരുടെ ആവലാതികൾ കേൾക്കാനായി നേരിട്ട് വരുന്നു എന്നതാണ് ഈ കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നേരത്തെയും അദാലത്ത് നടന്നിരുന്നു, ഒരുപാട് പരാതികൾക്ക് ഇന്ന് പരിഹാരമാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് സർക്കാർ സംവിധാനം ഇറങ്ങി വരുന്നു എന്നതാണ് ഈ അദാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്യും. വിവരങ്ങളുമായി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഈ അദാലത്തിന്റെ പ്രത്യേകതകൾ, മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഷീജ, അതായത് കരുതലും കൈത്താങ്ങും അദാലത്തും പേര് കേൾക്കുന്നത് പോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്ക് വലിയ കൈത്താങ്ങാണ് ഈ സംവിധാനം എന്ന് പറയുന്നത്. അവരുടെ പരാതികൾ കേൾക്കാൻ, ആവലാതികൾ പരിഹരിക്കാൻ മന്ത്രിമാരടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ നേരിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നു എന്നതാണ് ഈ അദാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിപ്പോൾ രണ്ടാം ഘട്ടമാണല്ലോ. ആദ്യഘട്ടം കടന്നുപോയിരുന്നു, അന്നും ഒരുപാട് പരാതികൾക്കൊക്കെ പരിഹാരമാകുന്നത് കണ്ടതാണ്. വീണ്ടും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് സർക്കാർ എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് തരത്തിലാണ്? തീർച്ചയായും മനു, ഏതായാലും ഈ കരുതലും കൈത്താങ്ങും എന്ന് പറയുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് സർക്കാർ കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേട്ട് അവരുടെ പരാതികൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കരുതലും കൈത്താങ്ങും എന്നുള്ള താലൂക്ക് തല അദാലത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏപ്രിലിലാണ് ആദ്യഘട്ട അദാലത്തുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, വലിയ തോതിൽ ഉള്ള സ്വീകാര്യത അതിന് ലഭിച്ചിരുന്നു. വലിയ തോതിൽ പരാതികൾ ആ അദാലത്തുകളിൽ തന്നെ പരിഹരിക്കപ്പെട്ടിരുന്നു. മറ്റു പരാതികൾ കൃത്യമായ രീതിയിൽ അതാത് വകുപ്പുകൾക്ക് കൈമാറി അതിന്റെ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത അദാലത്തുകൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട അദാലത്തുകളിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നത്. ഇന്നു മുതൽ ജനുവരി 13 വരെയാണ് ഈ അദാലത്തുകൾ നടക്കുക. ഇന്ന് അതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ തിരുവനന്തപുരത്താണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വഴുതക്കാട് വനിതാ കോളേജിലാണ് ഇതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ വേദിയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയുടെ ചുമതലക്കാരായ മന്ത്രിമാരെന്ന് പറയുന്നത് വി ശിവൻകുട്ടിയും അതോടൊപ്പം തന്നെ GR അനിലുമായിരിക്കും. ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഓരോ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട്, അതായത് ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികളിൽ ആണോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുള്ളത്, ആ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെ സേവനം ഉടനടി ലഭ്യമാക്കുക എന്നുള്ളത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ ഓരോ വകുപ്പുകളിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥർക്ക് കൂടി അദാലത്തുകളിൽ കൃത്യമായ രീതിയിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നത്. ആ രീതിയിൽ ഇവിടെ അദാലത്തുകളിൽ എത്തുന്ന ജനങ്ങൾ, അദാലത്തുകളിൽ എത്തുന്ന അവരുടെ പരാതികൾ കൃത്യമായ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടു കൂടി ആ രീതിയിൽ വേഗത്തിൽ തന്നെ പരിഹരിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടാണ് ഈ രീതിയിൽ പ്രത്യേകമായി തന്നെ അദാലത്തുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഓരോ ജില്ലയിലും ആ ജില്ലയ്ക്ക് ചുമതലപ്പെട്ട മന്ത്രിമാരുണ്ടായിരിക്കുന്നതായിരിക്കും. ആ മന്ത്രിമാർ നേരിട്ട് തന്നെയായിരിക്കും ആ പരാതികൾ കേൾക്കുക. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ തന്നെ കൂടുതൽ നിയമപ്രശ്നങ്ങളുള്ള പരാതികളൊക്കെ ഉണ്ടാകും. അത് അതാത് വകുപ്പുകൾക്ക് കൈമാറി നിയമോപദേശം തേടി അതിൽ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക, ആ രീതിയിൽ അത് പരിഹരിക്കുക. അല്ലാത്ത പക്ഷം അദാലത്തുകളിൽ വെച്ച് തന്നെ പരിഹരിക്കപ്പെടാൻ സാധിക്കുന്നതാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുക. ഇതാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ആദ്യഘട്ട അദാലത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത, പ്രത്യേകിച്ചും അതിൽ ഭൂരിപക്ഷം പരാതികളും പരിഹരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കേവലം പകുതിയിൽ താഴെ മാത്രം പരാതികളായിരുന്നു തുടർ നടപടികൾക്ക് വേണ്ടി വകുപ്പ് തലങ്ങളിലേക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഏതായാലും രണ്ടാം ഘട്ട അദാലത്തുകൾക്ക്, താലൂക്ക് തല അദാലത്തുകൾക്ക് തുടക്കമാകുന്നത്. ഓരോ ജില്ലയിലും താലൂക്കുകൾ ഒരു 5 ദിവസത്തെ സമയം വെച്ച് ഒരു ജില്ലയിലെ മുഴുവൻ താലൂക്കുകൾക്കും പ്രത്യേക ദിവസം തീരുമാനിച്ച് ആ രീതിയിൽ പരാതികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേക സംവിധാനം നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓൺലൈൻ മുഖേന പരാതികൾ നൽകാനുള്ള സംവിധാനം. ഇനിയിപ്പോൾ ഓൺലൈൻ മുഖേന അവർക്ക് പരാതി നൽകാൻ സാധിച്ചില്ലെങ്കിൽ ഇവിടെ നേരിട്ടെത്തി പരാതി നൽകാൻ സാധിക്കുന്നതാണ്. ആ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. ഏതായാലും താലൂക്ക് തല അദാലത്തുകൾ, അതിൻ്റെ പേര് തന്നെ ഏറെ പ്രസക്തമാണ്. കരുതലും കൈത്താങ്ങും എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വലിയൊരു, ജനങ്ങളോടുള്ളൊരു സർക്കാരിൻ്റെ കരുതൽ, അതോടൊപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു കൈത്താങ് അവർക്ക് നൽകുന്ന ആ ഒരു സന്ദേശം നൽകി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷീജ. ഇവിടെ
ഷീജ പറഞ്ഞതുപോലെ ഇപ്പോൾ പരാതി നൽകിയാൽ അത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ച് പരാതികൾക്ക് പരിഹാരം കാണാൻ നോക്കിയാൽ മതി സർക്കാരിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മന്ത്രിമാരെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുകയല്ല. അവരുടെ പരാതികൾ ആവലാതികൾ നേരിട്ട് കേൾക്കാനായി ഒരുക്കിയിരിക്കുന്ന വേദിയിലേക്ക് മന്ത്രിമാരടക്കമുള്ളവർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നേരിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ പൊതുജനങ്ങളുടെ ആവശ്യങ്ങളെ അവരുടെ ആവലാതികളെ ഏത് രീതിയിൽ കണക്കിലെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടിയായിട്ട് നമുക്ക് ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഈ ഒരു നടപടിയെ കാണേണ്ടി വരും. ഒരു പക്ഷേ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഒരു സർക്കാർ സംവിധാനം ഒന്നടങ്കം ഇത്തരത്തിൽ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങി വരുന്നത്. തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല മനോ. കാരണം ഒരു സർക്കാർ സംവിധാനം ആകെയാണ് ഈ ഒരു താലൂക്ക് തല അദാലത്തുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു പരാതിയുമായി എത്തുന്നു. ഈ പരാതിയുമായി എത്തുന്നവരുടെ അത് ഏത് വകുപ്പാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ഘട്ടത്തിലായിരിക്കും, പരാതിയുമായി എത്തുന്ന ഒരു ഘട്ടത്തിലായിരിക്കും മനസ്സിലാവുക. അപ്പോൾ എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുക, അത് ആ സമയം തന്നെ തൽക്ഷണം പരിഹരിക്കാൻ സാധിക്കുന്ന പരാതികളാണെങ്കിൽ അത് ആ രീതിയിൽ തന്നെ പരിഹരിക്കണം എന്നുള്ള നിർബന്ധവും സർക്കാരിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ സേവനമടക്കം ഓരോ താലൂക്ക് തല അദാലത്തുകളിലും ഉറപ്പാക്കുന്നത്. ഈ രീതിയിൽ തന്നെയായിരിക്കും എല്ലാ താലൂക്കുകളിലും നമുക്ക് സജ്ജീകരണങ്ങൾ കാണാൻ സാധിക്കുക. കാരണം ഒരു സർക്കാർ സംവിധാനം ഒന്നാകെ കുറച്ച് ദിവസങ്ങൾ ഓരോ താലൂക്കിനും വേണ്ടി നൽകിക്കൊണ്ട് ആ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി അതിന് പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഷീജ പറഞ്ഞതുപോലെ. ഇത് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഷീജ, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഇപ്പോൾ പറ്റാവുന്ന പരാതികൾക്ക് ആ വേദിയിൽ വെച്ച് തന്നെ പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ അവിടെ വെച്ച് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ ഒരു തുടർ പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു പരാതി നൽകുന്നു, ആ പരാതിക്ക് ആ വേദിയിൽ പരിഹാരം കാണാൻ കഴിയില്ല, അതിന് കൂടുതൽ അന്വേഷണങ്ങളുടെയും കൂടുതൽ പരിശോധനകളുടെയും ആവശ്യകതയുണ്ടെങ്കിൽ അതിൻ്റെ തുടർ പ്രോസസ്സ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായും മനു, ഈ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ ആ പരാതിയുടെ ഒരു സ്വഭാവം മനസ്സിലാകുന്നതായിരിക്കും. ആ പരാതിയുമായി എത്തുന്നവരുടെ ആ പരാതി പരിശോധിച്ച് അതിൽ ഇവിടെ വെച്ച് തന്നെ അദാലത്തിൽ വെച്ച് തന്നെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ ബാക്കി മറ്റ് കൂടുതൽ നൂലാമാലകൾ ഒന്നും ഉണ്ടാകാത്ത പരാതികളാണെങ്കിൽ ആ രീതിയിൽ വേഗത്തിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം ചില പരാതികളിൽ അതിൻ്റേതായിട്ടുള്ള നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള പരാതികളുടെ കാര്യത്തിലാണ് അദാലത്തിൽ വെച്ച് പരിഹരിക്കാൻ സാധിക്കാത്ത വരുന്നത്. അത് അതിൻ്റെ ഏത് വകുപ്പാണോ ബന്ധപ്പെട്ടത് ആ വകുപ്പിലേക്ക് കൈമാറുന്നതായിരിക്കും. ആ വകുപ്പ് അതിലുള്ള ആ പരാതിയിന്മേലുള്ള പരിശോധന നടത്തും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമോപദേശം വേണമെങ്കിൽ നിയമോപദേശം തേടി ഏത് രീതിയിൽ ആ പരാതി തീർപ്പാക്കാം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും അതിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഒരു പരാതിയും പരിഹരിക്കപ്പെടാതെ പോകരുത് എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കാരണം ജനങ്ങൾക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടാകുന്നോ ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുക, അതിൽ ഇവിടെ എത്തുമ്പോൾ തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അത്രത്തോളം വേഗത്തിൽ അത് നടക്കുന്നതായിരിക്കും. പക്ഷേ അതേസമയം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് അതിൽ തുടർ നടപടി ഉറപ്പാക്കുക. അതാത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആയിരിക്കും തുടർ നടപടികൾ അത്തരത്തിലുള്ള പരാതികളിൽ നടക്കുക. മനു. ശരി.